ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നുള്ളത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ആ മുറ്റത്തെ മുല്ലക്കും മണം തോന്നിക്കും. എന്റെ അപ്പാടെ ഒരു ദോസ്ത് ഉണ്ട്, പുള്ളിക്കാരൻ അടിക്കുന്ന ആളാണ്. അപ്പൊ അവിടെ കൊടുത്താൽ മതി എന്ന് അപ്പയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി. പക്ഷെ അളവ് നോക്കുമ്പോൾ കൈക്ക് തികയുന്നില്ല. സോ സ്ലീവ്സിനുള്ള മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഷോപ്പിംഗ്. അതൊക്കെ എടുത്ത് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താവുമോ എന്തോ അള്ളാഹ്ക്കറിയാം. അപ്പോൾ പിന്നെയും വെൽക്കം ബാക്ക്. ഞങ്ങൾ വീണ്ടും എടപ്പാളിലേക്ക് തന്നെ പോവാണ് കേട്ടോ. കൂടെ ഫായിസയുണ്ട്, മണവാട്ടി ഉണ്ട്. അവൾക്ക് കുറച്ച് സാധനങ്ങൾ എടപ്പാളിൽ നിന്ന് വാങ്ങിക്കാനുണ്ട്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇത് കല്യാണത്തിന്റെ തലേദിവസമാണ്. ഇവള് മാത്രമല്ല, എടപ്പാള് റാശുണ്ട്. കല്യാണത്തിന്റെ തലേദിവസം ഡ്രസ് എടുക്കാൻ വന്ന അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ അടുത്ത ഡ്രസ്സ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ കൊടുത്തതാണ്. അവരത് എന്തൊക്കെയോ കാണിച്ചിട്ട് ഇടാൻ പറ്റാത്ത രൂപത്തിലാക്കി മാറ്റി. ഷോപ്പിങ്ങിന് വന്ന ആണുങ്ങളുടെ അവസ്ഥ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടുന്ന് ഇറങ്ങിയാല് ഫായിസും റാഷിയും നേരെ പോകുന്നത് സാരി മാറ്റിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ ഈ ഫാമിലിയിൽ തന്നെ എന്റെ ഉമ്മക്ക് മാത്രമേ സാരി എടുക്കാനും ഉടുപ്പിക്കാനും അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബ്യൂട്ടീഷ്യൻ ഉമ്മയാണ്. പക്ഷേ ഉമ്മക്ക് ഇപ്പൊ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ വേറെ ആളെ തേടി പോകുന്നത്. നമ്മൾ വിഷയത്തിന് തന്നെ മാറി. ഞാൻ പിന്നെ അവിടുന്ന് ഇറങ്ങി നേരെ പോയത് ഫാൻസിലേക്കാണ്. അവിടുന്ന് കുറച്ച് മോൾക്ക് ഫാൻസിക്ക് എടുത്ത് പിന്നെ നേരെ വീട്ടിലോട്ട്.